സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ എന്ന് പറയുന്ന രണ്ട് കൊറിയൻ ഡിവിഷനുള്ള കാര്യവും നമുക്കറിയും. സൗത്ത് കൊറിയ ഈ പറയുന്ന വെസ്റ്റേൺ അലയൻസിൻ്റെ ഒരു കീ പാർട്ണറാണ്. അമേരിക്കയ്ക്ക് വളരെയധികം അവരുടെ സൈനിക പ്രസൻസ് തന്നെയുള്ള രാജ്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു അടുത്തുനിന്ന് വളരെ പൊടുന്നനെ ഇപ്പം വെസ്റ്റേൺ മീഡിയ എടുത്തു കഴിഞ്ഞിരുന്നാൽ അവർക്ക് പോലും വളരെ അത്ഭുതകരമായിട്ടുള്ള നിലയിലാണ് റിപ്പോർട്ടിങ് വരുന്നത്. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ആയാലും റോയിട്ടേഴ്സ് പോലുള്ള ന്യൂസ് ഏജൻസികളായാലും നോക്കിക്കഴിഞ്ഞിരുന്നാൽ തികച്ചും അപ്രതീക്ഷിതമെന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു നീക്കമായിരുന്നു. അമേരിക്കൻ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിൽ വലിയൊരു അസറ്റാണ് കൊറിയ എന്ന് പറയുന്ന രാജ്യം. ഈ ട്രംപ് ഇപ്പോൾ അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് ട്രംപിൻ്റെ സ്ട്രാറ്റജിക് ഔട്ട്ലുക്കിൽ കൊറിയയുടെ സ്ഥാനം എന്താണ് എന്നുള്ളതെല്ലാം തന്നെ ഒരുപക്ഷെ പുനർനിർണ്ണയിക്കപ്പെടുന്ന ഒരു സംഭവം കൂടി ചിലപ്പോൾ ഉണ്ടാവാം. പിന്നെ ട്രംപിൻ്റെ ഈ പറഞ്ഞതുപോലുള്ള ഈ താരിഫ് വാറുണ്ടല്ലോ, അത് എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണ്. കൊറിയയ്ക്കും. അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും അദ്ദേഹം 20% ഓൾറെഡി താരിഫ് ഏർപ്പെടുത്തുമെന്ന്. അമേരിക്കയിലേക്കുള്ള ഇമ്പോർട്ടിലേക്ക് എല്ലാവർക്കും ബേസിക് 20% ഡ്യൂട്ടി ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പം കൊറിയയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് കൊറിയൻ ഇലക്ട്രോണിക്സും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ. അപ്പോൾ ഇതെല്ലാം തന്നെ കൊറിയയ്ക്കകത്ത് ഉള്ള അപ്പം ചൈനയ്ക്ക് 100% വരെ അല്ലെങ്കിൽ 60% വരെ ഡ്യൂട്ടി അടിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. കൊറിയയുടെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ട്രംപിൻ്റെ നയങ്ങൾ ഏതെല്ലാം രീതിയിലാണ്, ഏതെല്ലാം റിപ്പർക്കഷൻസാണ് കൊറിയൻ എക്കോണമിക്കകത്തുണ്ടാക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൂടെ ഇതിൻ്റെ ഈ പറയുന്ന നിലയിലുള്ള ഒരു ക്രൈസിസിനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാനായിട്ട് ഒരു റോള് വഹിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയേണ്ടതുണ്ട്. പക്ഷേ രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ സംഭവങ്ങളിൽ കൊറിയൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് 1.3% ഇന്ന് ഇടിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ വോളറ്റിലിറ്റി ഉണ്ട്. പക്ഷേ ഇന്ന് തന്നെ കൊറിയൻ ധനമന്ത്രിയും കൊറിയൻ ബാങ്ക് ഓഫ് കൊറിയയുടെ ഗവർണറും അവർ രണ്ടുപേരും കൂടെ ഒരു അടിയന്തര മീറ്റിംഗ് നടന്നിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ അവർ രണ്ടുപേരും കൂടെ പറഞ്ഞത് എന്ത് തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും എമർജൻസി ഇൻ്റർവെൻഷൻ അടിയന്തരമായിട്ട് ഇതിനകത്ത് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇടപെടും എന്നുള്ള ഒരു ലൈനിലാണ്. അപ്പോൾ ഈ പ്രസിഡൻറ്റിൻ്റെ ഏതാണ്ട് ഒരു ലെയിം ഡക്ക് എന്നൊക്കെ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് പറയുന്ന ചില സൂചനകൾ ഇത്തരം ഇടപെടലുകളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു കൊറിയയിൽ നടന്നത്. കാരണം ലോകത്തിൻ്റെ വലിയൊരു പൊളിറ്റിക്കലി ആ നിലയിലൊരു അങ്ങനെ വലിയൊരു ഹോട്ട്സ്പോട്ടായിട്ട് അറിയപ്പെടുന്ന ഒരു സാധനമല്ല കൊറിയ. നോർത്ത് കൊറിയയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും പൊതുവെ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു റീജിയൺ എന്നുള്ള നിലയിലാണ്. അല്ലെങ്കിൽ കാരണം അവരുടെ ഒരു സ്റ്റാറ്റസ്കോ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിലാണ് കൊറിയ അറിയപ്പെടുന്നത്. അവിടെ നിന്നാണ് പെട്ടെന്ന് ഈ തരത്തിലുള്ള ഒരു അപ്രതീക്ഷിതമായൊരു നീക്കം നടന്നത്. ഈ പ്രസിഡൻഷ്യൽ ഇംപീച്ച്മെൻറ്റും അതുമായിട്ടുള്ള ബാക്കി കാര്യങ്ങളും ഒരുപക്ഷെ കൂടുതൽ വ്യക്തതയോടെ ഈ കാര്യത്തിൽ വരുത്താൻ നമ്മളെ സഹായിക്കുമെന്ന് കരുതിയിട്ടിരിക്കുന്നു.